ഹലോ എവരിവൺ, വെൽക്കം ടു ബെൻസിൽ കെമിസ്ട്രി. അപ്പോൾ നമ്മളുടെ ജൂൺ 2026 CSIR നെറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ കെമിസ്ട്രി സബ്ജക്റ്റിലെ എക്സാമിനേഷൻ മിക്കവാറും കുട്ടികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന നിലയ്ക്കാണ് നമ്മുടെ ഇനീഷ്യൽ റെസ്പോൺസുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് എക്സാമിനേഷൻ ഒരു ഓവറോൾ അനാലിസിസും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കട്ട് ഓഫ് എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ ഓവറോൾ എക്സാമിനേഷൻ ഡിഫിക്കൽട്ടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഈസി ടു മോഡറേറ്റ് എന്നാണ് മിക്കവാറും കുട്ടികൾ അതിനെ ലേബിൾ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ റീസെന്റ് എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം, ഡിസംബർ 2025 ആയിക്കോട്ടെ, ജൂൺ 2025 ആയിക്കോട്ടെ, ഈ രണ്ട് സൈക്കിളുകളിലും അത്യാവശ്യം കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ പണിഷ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് പ്രിപ്പറേഷൻ അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത അല്ലെങ്കിൽ അത്രമേൽ ബുദ്ധിമുട്ടിക്കാത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. കൂടുതലും കൺസെപ്റ്റ് വൃത്തിയായി മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ജൂണും ഡിസംബറും അങ്ങനെ ആയിരുന്നില്ല. 2025 അത് നല്ലതുപോലെ പഠിച്ചു പോയിരുന്നെങ്കിലും ഫോക്കസ് ഏരിയയിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് മറ്റ് സെക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതുപോലെ തന്നെ പഠിച്ച ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു റീസെന്റ് ഇയേഴ്സിൽ ചോദിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് പ്രതീക്ഷിച്ച് പോയൊരു കുട്ടിക്ക് വളരെ സമാധാനത്തോടു കൂടെ പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആയിരുന്നു എക്സാമിനേഷൻ ഹോളിനുള്ളിൽ ലഭിച്ചിരുന്നത്. അപ്പോൾ പാർട്ട് എയിനെ ബിനെ കാര്യങ്ങൾക്ക് വരുവാണെങ്കിൽ പാർട്ട് എ വാസ് ഓൾമോസ്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ്. മിക്കവാറും ചോദ്യങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈസി ആയിരുന്നു, അതുപോലെ തന്നെ നല്ലപോലെ കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. എന്നാൽ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ സാധാരണ പാർട്ട് ബി കുറച്ച് ഈസിയർ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഓവറോൾ പേപ്പർ ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ട് ബി നമ്മൾ നോക്കുമ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ആയിരുന്നു. ഇൻ ദ സെൻസ് അത് തെറ്റാൻ ഒരുപക്ഷെ സാധ്യത ഉണ്ടായേക്കാം, അല്ലെങ്കിൽ സില്ലി മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. സോ ഈവൻ ദോ പാർട്ട് ബി പാർട്ട് സി ഓവറോൾ നമ്മൾ എക്സാം ഈസി എന്ന് പറയുമ്പോഴും സ്പെസിഫിക്കലി പാർട്ട് ബി നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് കാരണം കുട്ടികൾ എറർ വരുത്താനുള്ള സാധ്യത പാർട്ട് ബിയിലുണ്ട്. ശരിയാണെന്ന് വിചാരിച്ച് വേഗം മാർക്ക് ചെയ്ത് പോയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിൽ അൺഎക്സ്പെക്ടഡ്ലി റോങ് ആവാനുള്ള ഒരു ചാൻസ്, ഒരു ഹൈ എറർ റിസ്ക് പാർട്ട് ബിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ പാർട്ട് സിയിലേക്ക് വരുമ്പോൾ പാർട്ട് സി ഇത്തവണ റിലേറ്റീവ്ലി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ഓർഗാനിക് ആയിക്കോട്ടെ ഇനോർഗാനിക് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള നേരിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വരുന്ന രീതിയിലെ പല ചോദ്യങ്ങളും പാർട്ട് സിയിൽ കണ്ടിരുന്നു. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഓക്കെ ഇത് പാർട്ട് സി ആണോ അത് ബി ആണോ എന്ന സംശയം തോന്നുന്ന നിലയ്ക്കുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കേസ് നോക്കുമ്പോഴത്തേക്ക് പാർട്ട് സിയിൽ വന്നിരുന്ന ന്യൂമറിക്കൽസ് സ്ലൈറ്റ്ലി ലെങ്തി, ഒരുപാട് ലോങ് എന്ന് പറയാനില്ല, പക്ഷെ പാർട്ട് സിയിലെ ഫിസിക്കൽ മാത്രം നോക്കിയിരുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ടൈം മാനേജ്മെന്റ് അതൊരു ക്രഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അത് ചില ന്യൂമറിക്കൽസ് കുറച്ച് ലെങ്തി ആയി പോയി എന്ന കാരണത്താലാണ്. ഇതാണ് ഓവറോൾ ഒരു വെർഡിക്റ്റ്. അപ്പൊ നമുക്കിനി സെക്ഷൻ വൈസ് നോക്കാം. സോ ഒരു സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഇനോർഗാനിക് കെമിസ്ട്രി ആണ് കൂടുതലായിട്ടും ഈസിയസ്റ്റ് സെക്ഷൻ ആയിട്ട് മിക്കവാറും കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അറിയാവുന്ന പോലെ റീസെന്റ് ഇയേഴ്സിൽ കുറച്ചധികം വെയിറ്റേജ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ESR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പി. അവിടെ നിന്ന് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബയോഇനോർഗാനിക്കിൽ നിന്ന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റൻ ചോദിച്ചിരുന്നു. ലാന്തനൈഡ്സിന്റെ കളറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഓർഗനോമെറ്റാലിക് കെമിസ്ട്രി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കൃത്യമായ രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് OMSൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത്രയും ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നില്ല, നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. കോഓർഡിനേഷനിൽ നിന്നും ഡീസന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഹയസ്റ്റ് വെയിറ്റേജ് വന്നത് OMSൽ നിന്നാണ്. അപ്പോൾ പാർട്ട് ബിയും പാർട്ട് സിയും നോക്കുമ്പോൾ ഓൾ ടുഗദർ അതൊരു ഈസി സെക്ഷൻ അല്ലെങ്കിൽ ഈസി സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് നമുക്ക് ഇത്തവണത്തെ എക്സാമിനേഷനിൽ ഇനോർഗാനിക് കെമിസ്ട്രി കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഓർഗാനിക്കിലേക്ക് വരുമ്പോൾ ഓർഗാനിക് ഈസി ടു മോഡറേറ്റ്, ഈവൻ ദോ ഇവിടെ മോഡറേറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഈസി ടു മോഡറേറ്റ് എന്ന ഒരു നിലയ്ക്കാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. ഒരു കുട്ടി ആദ്യം കാണുമ്പോൾ അത് മോഡറേറ്റ് എന്ന് ഫീൽ ചെയ്തേക്കാം, കാരണം സ്ട്രക്ചേഴ്സിന് കുറച്ചൊരു വലുപ്പം തോന്നാറുണ്ട്. എന്നാൽ ശരിക്കും അത് ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്നുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി ഉണ്ടായിരുന്നത്. ഇപ്പൊ നെയിം റിയാക്ഷനകത്ത് ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഷാർപ്പ്നെസ് ഓക്സിഡേഷൻ 4 മാർക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രിപ്സ് സെക്കൻഡ് ജനറേഷൻ കാറ്റലിസ്റ്റിന്റെ സ്ട്രക്ചർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. പിന്നെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെയ്ബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനും സ്റ്റീരിയോ കെമിസ്ട്രി ആർസ്ട്രോമോക്ലേസറും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മെഷർമെന്റ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നിന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കുകയുണ്ടായി. അതുപോലെ NMR സ്പെക്ട്രോസ്കോപ്പി ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് 2 ചോദ്യങ്ങൾ, അതും റിലേറ്റീവ്ലി കുട്ടികൾക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റഗ്രേഷൻ റേഷ്യോ ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുകയുണ്ടായി. സോ ടിപ്പിക്കലായിട്ട് നെറ്റ് എക്സാമിനേഷന് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് പഠിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫെമിലിയർ ആയിട്ടുള്ള സെക്ഷൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്.
പക്ഷെ ചില സ്ട്രക്ചേഴ്സിന്റെ സൈസ് കാണുമ്പോൾ ഓക്കെ ഇത് ടഫ് ആണെന്നൊരു തോന്നലുണ്ടായേക്കാം. സോ പ്രിലിമിനറിലി ഒരു കുട്ടിക്ക് മോഡറേറ്റ് തോന്നി കഴിഞ്ഞാലും ചില ക്വസ്റ്റ്യൻസ് ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ ബാക്കി ഒരു ഈസി ടു മോഡറേറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി സെക്ഷനെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി ചില ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും ടഫായിട്ടുള്ളത് വരാം. എന്നിരുന്നാലും നിങ്ങൾക്കറിയാം ഫിസിക്കലും ഓർഗാനിക്കും ഇനോർഗാനിക്കും ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചോയ്സിന്റെ ഓപ്ഷൻ ഉണ്ട്, അല്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയും. സോ കൃത്യമായ നിലയ്ക്ക് 3 അല്ലെങ്കിൽ ഇതിൽ 2 കൃത്യമായി പഠിച്ചു പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓർഗാനിക്കിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി ഇത് ലീവ് ചെയ്തിട്ട് പകരം ഫിസിക്കലിലെയോ ഇനോർഗാനിക്കിലെയോ പഠിച്ചിട്ടുള്ള സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിരിക്കുമല്ലോ ട്രൈ ചെയ്യുന്നത്. ആ ഒരു നിലയ്ക്ക് ബുദ്ധിമുട്ടേറിയ ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് ഒരു കുട്ടി അറ്റൻഡ് ചെയ്തിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഇനോർഗാനിക്കൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു കുട്ടി അത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, ബിക്കോസ് ഹി ഓർ ഷീ ഹാസ് ദ ഓപ്ഷൻസ്. സോ ആ നിലയ്ക്ക് ഓർഗാനിക് നമുക്കൊരു ഈസി ടു മോഡറേറ്റ് എന്ന നിലയ്ക്കാണ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി ഫിസിക്കലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലും ഞാൻ പറയുന്നത് ഒരു ഈസി ടു മോഡറേറ്റ് ആണ്. സോ പേഴ്സണലി എൻ്റെ സെക്ഷൻ ഫിസിക്കൽ ആയതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഈസി പേപ്പർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. ബട്ട് ഇഫ് ഐ ആം ട്രൈങ് ടു തിങ്ക് ഫ്രം എ സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവ് ദാറ്റ് മൈറ്റ് ബി ഫീലിംഗ് ലൈക്ക് ഈസി ടു മോഡറേറ്റ്. പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസെപ്റ്റ്സ് ഒക്കെ ഫെമിലിയർ ആണ്. നമ്മുടെ എസ്പെഷ്യലി ബെൻസിലെ ക്ലാസ്സുകൾ ഒരു കുട്ടി കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് അപ്പുറത്തേക്കുള്ള കൺസെപ്റ്റ്സോ അല്ലെങ്കിൽ തീരെ മനസ്സിലാകാത്ത ചോദ്യങ്ങളോ അങ്ങനെ ഒന്നും ഈ പേപ്പറിൽ കാണാൻ കഴിയില്ല. മിക്കവാറും നമ്മൾ ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന സെക്ഷൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തവണ പരീക്ഷ ചോദിച്ചത്. അതൊരു ഹ്യൂജ് പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, മാത്രമല്ല കാൽക്കുലേഷൻസിന് കൃത്യമായ പ്രിസിഷൻ വേണമായിരുന്നു. ചില യൂണിറ്റ് കൺവേർഷൻസ് ആയിക്കോട്ടെ, ചില പവർ വരുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ മിസ്റ്റേക്കുകൾ വരുത്താൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓവറോൾ മോഡറേറ്റുമാണ്, ഈസി ടു മോഡറേറ്റ് റേഞ്ച് ആണ്, ആൻഡ് ഓൾസോ ദ പേപ്പർ ഈസ് ലിറ്റിൽ ബിറ്റ് ലെങ്തി. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പെക്ടഡ് ആണ്. ഓർഗാനിക്കും ഇനോർഗാനിക്കും കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ കുറച്ച് കാൽക്കുലേഷൻ വരും എന്നുള്ളത് എക്സ്പെക്ടഡ് ആണ്. ബട്ട് എനിവേ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ റിവ്യൂ. ആൻഡ് ആസ് ഓൾവേസ് ക്വാണ്ടം കെമിസ്ട്രി കുട്ടികൾ പറഞ്ഞ റിവ്യൂ അനുസരിച്ച് ഏകദേശം 22 മാർക്കിന് ക്വാണ്ടം കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി റീസെന്റ് ആയിട്ട് ബെൻസിലെ കുട്ടികളാണ്, നിങ്ങൾക്ക് അറിയാം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ക്വാണ്ടം കെമിസ്ട്രി ഓൺ ആൻ ആവറേജ് നിങ്ങൾക്ക് 24 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള മൊഡ്യൂളാണെന്ന് പറഞ്ഞിരുന്നു. 22 മാർക്കിന് ചോദിച്ചു. നിങ്ങളുടെ 1D ബോക്സിന്റെ മൊമെന്റത്തിന്റെ വേരിയൻസ് ചോദിച്ചു. എസ്പെഷ്യലി നമ്മുടെ റീസെന്റ് ലാസ്റ്റ് നടത്തിയിരുന്ന ഒരു മാരത്തൺ സീരീസിനകത്ത് ഉൾപ്പെടെ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, റൂട്ട് ഓഫ് സ്ക്വയർ ആൻഡ് ആവറേജ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ ഇക്വേഷൻ നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ ചോദിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് വേരിയൻസ് എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ്. സോ ആ സെയിം ക്വസ്റ്റിന് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ LZ വാല്യൂ നമ്മുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരുന്നു. സ്ട്രൈറ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ ഡീജനറസിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. സോ ക്വാണ്ടം മെക്കാനിക്സ് കുട്ടികൾ അത്രയും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല ഇത്തവണ. കൃത്യമായി പഠിച്ചു പോരുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ച കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും ട്വിസ്റ്റിംഗ് അല്ലാത്ത അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സ് വാസ് റിലേറ്റഡ് ഡൂബിൾ. പക്ഷെ അതേസമയം തെർമോഡൈനാമിക്സ് നല്ലതുപോലെ പഠിച്ച കുട്ടികളെ കുറച്ചൊന്ന് വിഷമിപ്പിച്ചു. വിഷമിപ്പിച്ചൊന്നല്ല, കുറച്ച് നിരാശപ്പെടുത്തി. കാരണം തെർമോഡൈനാമിക്സിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. ചോദിച്ചൊക്കെയും ബേസിക് ആയിട്ടുള്ള മിക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. സോ തെർമോഡൈനാമിക്സ് ഈ എക്സാമിനേഷൻ ഒരു ഡിസൈഡർ ആവാൻ പോകുന്ന ഒരു മൊഡ്യൂളല്ല. എന്നാൽ കൈനറ്റിക്സിൽ നിന്നും സ്പെക്ട്രോസ്കോപ്പിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും കാണാം ലിൻമാൻ ഹിൻഷ്ലൂഡ് മെക്കാനിസം. നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ആംഗുലർ മൊമെന്റും അതുപോലെ തന്നെ കൈനറ്റിക്സിനകത്ത് ലിൻമാൻ ഹിൻഷ്ലൂഡ് മെക്കാനിസം, ആ 2 സെക്ഷൻസിൽ നിന്നും ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്പെക്ട്രോസ്കോപ്പിയിൽ ഒമേഗ ഇ കാൽക്കുലേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ലാസ്റ്റ് ഡേ നടത്തിയ 8-hour മാരത്തൺ സെഷനകത്ത് അനുരാഗ് സാർ ഒമേഗ ഇ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. സോ ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയാക്ഷൻ കോഷ്യന്റ് 10 times ആക്കി കഴിഞ്ഞാൽ EMF എങ്ങനെ മാറുമെന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ ഒരു കുട്ടി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാനുള്ള ഒരു കറേജ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. PH-യുമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദ്യം തന്നെയാണ്. പിന്നീട് സോളിഡ് സ്റ്റേറ്റിനകത്ത് ബ്രാഗ്സ് ലോ n λ = നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ലാറ്റിസ് പാരാമീറ്റേഴ്സ് ABC ആൽഫ ബീറ്റ ഗാമ റിലേഷൻഷിപ്പ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോളിഡ് സ്റ്റേറ്റും അങ്ങനെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. എന്നാൽ അവിടെ ഒരു പൈക്കോമീറ്റർ ടു നാനോമീറ്റർ കൺവേർഷൻ ഒരു കുട്ടി ചെയ്യേണ്ടതുണ്ടായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലാണ് നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് കഴിയുന്നത്. സോ ക്വാണ്ടം, കൈനറ്റിക്സ്, സ്പെക്ട്രോ, ഇലക്ട്രോ, സോളിഡ് സ്റ്റേറ്റ്, ഇതാണ് ഓവറോൾ ഞാൻ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ്. എന്നാൽ പോളിമറിൽ നിന്നുകൊണ്ടും മറ്റ് മൊഡ്യൂൾസിൽ ഗ്രൂപ്പ് തിയറി എടുത്ത് പറയേണ്ടതാണ്. ഗ്രൂപ്പ് തിയറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് തിയറിൽ നിന്ന് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറിന്റെ ഗ്രൂപ്പ് ചോദിച്ചു. അതേപോലെ ഇനോർഗാനിക് കോമ്പൗണ്ടിന്റെയും IR ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സോ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലി വരുന്ന മൊഡ്യൂൾ ആണെങ്കിലും ശരിക്കും ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് ഒരു ഓർഗാനിക് സ്ട്രക്ചറും ഒരു ഇനോർഗാനിക് സ്ട്രക്ചറും തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്.
അപ്പോൾ സ്ട്രക്ചേഴ്സ് ഒക്കെ അറിയാവുന്ന രീതിയിൽ കുട്ടികൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതും സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റേണ്ടതാണ്. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ചോദിച്ചില്ല. വീണ്ടും പറയുന്നു, ഗ്രൂപ്പ് 3 പോളറൈസ്ഡ് ലൈറ്റ് ഏത് തരത്തിലാണ് ട്രാൻസിഷൻ അലൗഡ് ആവുക എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് മാരത്തൺ സെഷനിലും ആ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് 3 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തതിനകത്ത് ഒരെണ്ണം പോളറൈസേഷനോട് ബന്ധപ്പെട്ടതായിരുന്നു, മറ്റൊന്ന് ക്യാരക്ടർ ടേബിളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ആ 2 സെക്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു ഓവറോൾ റിവ്യൂ പറയാനായിട്ട്. അപ്പൊ ഞാൻ എക്സ്പെക്ടഡ് കട്ട് ഓഫിലേക്ക് പോകാം. അതിനേക്കാൾ മുന്നേ ഈവൻ ദോ ഞാൻ ഈ പേപ്പർ ഈസി ആണ് എന്നൊക്കെ പറയുമ്പോഴും കുട്ടികൾ എക്സാമിനേഷൻ ഹോളിൽ ഫേസ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ. ഒന്ന്, സി പാർട്ടിലേക്ക് വരുമ്പോൾ എല്ലാം ഈസി ആകുമ്പോൾ ഏത് 25 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ 25 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കുറച്ചുകൂടെ അറിയാവുന്ന മറ്റൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏത് മാറ്റണം എന്ന കൺഫ്യൂഷൻ വന്ന് മാറ്റി കുത്തി കുറച്ച് സമയങ്ങളോട് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെട്ട സമയം പാർട്ട് ബിയിൽ നന്നായി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലീഡ് ചെയ്തേക്കാം. ഇത്തരം ഒരു പ്രശ്നം നിങ്ങൾ ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ എ എന്തായാലും ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് കരുതി മാറ്റി നിർത്തി സിയും ബിയും മാത്രം നോക്കിയവർക്ക് എ ഒരു തീരെ നഷ്ടമായിരിക്കും. കാരണം ഇത്തവണ എ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഈവൻ 10 to 12 ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇത്തവണ പാർട്ട് എ ചോദിച്ചിരുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ശേഷം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊരു റിഗ്രറ്റിന് കാരണമായേക്കാം. അത്തരത്തിലാണ് ഇത്തവണ പാർട്ട് എ ഈസി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതെല്ലാം ഈസി എന്ന് പറയുമ്പോഴും ഒരു എഡ്യൂക്കേറ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഫിസിക്കൽ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും. അതേപോലെ തന്നെ ഇവിടുത്തെ ഓർഗാനിക് ഫാക്കൽറ്റീസിന് ഓർഗാനിക് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും. എന്നാൽ ഒരു കുട്ടി ഈ പറയുന്ന എല്ലാ സെക്ഷൻസും പഠിച്ചിട്ട് എക്സാം ഹോളിൽ പോകുമ്പോൾ അത് കൃത്യമായി റീകോൾ ചെയ്യുന്നതിൽ ചിലപ്പോൾ വീഴ്ച വന്നേക്കാം. അപ്പോൾ അവിടെയാണ് എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് കുട്ടികളുടെ ടെസ്റ്റ് സീരീസ് നല്ല രീതിയിൽ എഴുതണം എന്ന് പറയുന്നത്. സോ എക്സാംസ് കൃത്യമായി ചെയ്തു പോയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് അനദർ എക്സാമിനേഷൻ. ഓക്കെ, നമ്മൾ മോക്ക് എക്സാമിനേഷൻ എഴുതുന്ന പോലെ ഒരു എക്സാമിനേഷൻ ആയിട്ട് മാത്രമേ ഇത്തവണത്തെ എക്സാമിനേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ കൃത്യമായി പ്രാക്ടീസ് ഇല്ലാതെ എക്സാമിനേഷൻ ഹോളിലേക്ക് പോയവർക്ക് ടോപ്പിക്ക് ഫെമിലിയർ ആണെങ്കിൽ പോലും ഒരുപക്ഷെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇനി അത് പറയുമ്പോഴും ടോപ്പിക്ക് ഫെമിലിയർ ആയതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു എക്സാമിനേഷൻ ഈസി ആവുകയില്ല. ടോപ്പിക്ക് ഫെമിലിയർ ആണെങ്കിൽ പോലും അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ കുറച്ച് ലെങ്തി ആണെങ്കിലോ ട്രിക്കി ആണെങ്കിലോ ഒക്കെ നമ്മളെ അത് ബുദ്ധിമുട്ടിച്ചേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കലിലും ഓർഗാനിക്കലും ഉൾപ്പെടെ ഈസി ടു മോഡറേറ്റ് എന്ന് പറയുമ്പോൾ ചില മോഡറേറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ സെക്ഷൻസിൽ നിന്നായത് കാരണം ചില കുട്ടികൾ അതിന്റെ മുകളിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തേക്കാം. പക്ഷെ ലെങ്തി ആയി പോയി സമയം തികയാത്തൊരു ഇഷ്യൂ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് മറ്റൊരു തരത്തിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ ചാൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും ഈ എക്സാമിനേഷനകത്ത് ഹാർഡ് എന്നോ വളരെ ടഫ് എന്നോ പറയാൻ വേണ്ടിയിട്ടില്ല. എന്നാൽ മോഡറേറ്റ് ക്വസ്റ്റ്യൻസിന് മുകളിൽ കുറച്ച് എക്സ്ട്രാ സമയം കൊടുത്തിട്ട് അല്ലെങ്കിൽ മറ്റ് പല കാരണവശാലും ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആകാതെ ഈ എക്സാമിനേഷൻ കുട്ടികൾ ബുദ്ധിമുട്ടാനുള്ള ഒരു ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് നിങ്ങൾക്ക് കാണാം JRFന് 115 to 120 ആണ് ഞങ്ങൾ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഞാൻ ഡിസ്ക്ലെയിമറോട് പറയുകയാണ്, ഇതൊരിക്കലും ഫൈനൽ അല്ല, ഇതിൽ വേരിയേഷൻസ് വരാം. ഞങ്ങൾ ഇതുവരെയും കട്ട് ഓഫ് പ്രഡിക്ഷൻസ് മുന്നേ വർഷങ്ങളിൽ അങ്ങനെ പബ്ലിക്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്ത്യയിൽ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. കാരണം കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ കാരണം ഒരു പ്രതീക്ഷയുടെ ഭാരമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കാരണം ശരിക്കും ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇത്തവണ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്തുന്നത്. കാരണം മിക്കവാറും യൂട്യൂബ് ചാനൽസിൽ വളരെ വൈൽഡായിട്ട് ഗസ്സുകൾ കൊടുക്കാറുണ്ട്. വലിയ കട്ട് ഓഫുകളും അല്ലെങ്കിൽ തീരെ കുറഞ്ഞ കട്ട് ഓഫുകളും നമുക്ക് ഒരു കാരണവശാലും റിയാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള കട്ട് ഓഫുകൾ ഒരുപാട് യൂട്യൂബ് ചാനൽസ് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഇത്തവണ ഡാറ്റ ഡ്രിവൺ ആയിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസും കൊണ്ട് വെച്ചിട്ട് അനലൈസ് ചെയ്ത് ഈ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് പറയുന്നത്. ഈവൻ ദോ ലാസ്റ്റ് ടൈമിൽ എക്സാമിനേഷൻ ഉൾപ്പെടെ ഞങ്ങൾ ഇന്റേണലി പ്രിഡിക്ട് ചെയ്യുന്ന കട്ട് ഓഫിൽ +or-1 റേഞ്ചിലായിരുന്നു നെറ്റ് എക്സാമിനേഷൻ ആക്ച്വൽ കട്ട് ഓഫ് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കട്ട് ഓഫ് പബ്ലിക്കായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. സോ അവർ പ്രിഡിക്ഷൻ ഈസ് ദാറ്റ് ദ കട്ട് ഓഫ് വുഡ് ലൈ ബിറ്റ്വീൻ 115 to 120 ഫോർ ജനറൽ JRF. അത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ജനറൽ ലെക്ചർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു 10 to 12 മാർക്സിന്റെ വേരിയേഷൻ ആണ് വരുന്നത്. 103 to 108 റേഞ്ചിലായിരിക്കാം വരുന്നത്. അപ്പോൾ വിൻഡോ ഒരു 5 മാർക്കിന് വിൻഡോ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ വൺ ഓഫ് ദി എക്സ്ട്രീംസിലാകാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയണമെങ്കിൽ റെസ്പോൺസ് ഷീറ്റ് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആൻസർ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കീയും റെസ്പോൺസ് ഷീറ്റും ഈവൻ റെസ്പോൺസ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റീസും കാര്യങ്ങളും കിട്ടും. അപ്പോൾ എനിവേ ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ്. ഇത് വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണ് കട്ട് ഓഫ് ഒരു ഹയർ റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് സി വാസ് റിലേറ്റീവ്ലി ആക്സസിബിൾ.
പാർട്ട് ബിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ സി ആക്ച്വലി കുറച്ചും കൂടെ ആക്സസിബിൾ ആയിരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. സോ ദേ മേഡ് മീ സ്പെൻഡിങ് മോർ ടൈം ഇൻ പാർട്ട് സി. ഓൾസോ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റുള്ള ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നെ പാർട്ട് ബിയിൽ എറേഴ്സ് വരുത്താൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റ് ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് ആക്ച്വലി ബാലൻസ് ആയി പോകും എന്നാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾ ടുഗദർ 2024 ഡിസംബർ, അതായത് 2025 ഫെബ്രുവരിയിൽ നടന്നിരുന്ന പരീക്ഷയുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള പേപ്പർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് വന്നിരുന്ന JRF കട്ട് ഓഫ് 118 ആണ്, ആ റേഞ്ചിൽ വരും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഞങ്ങൾ ഈ ഒരു പ്രൊഡിക്ഷൻ നടത്തുന്നത്. ഇതിൽ നിന്നൊരു വലിയ വേരിയേഷൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഓൾറെഡി ദ റിയാലിറ്റി ബിഹൈൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിൽ ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര ചെറിയൊരു സെലക്ഷനാണ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതെല്ലാം കൂടെ കണക്കെടുക്കുമ്പോഴത്തേക്ക് കട്ട് ഓഫ് വളരെയധികം കുറയാനൊന്നും ചാൻസ് ഇല്ല. ഈ പരീക്ഷ ടഫാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല, കാരണം പേപ്പർ ടഫും അല്ല. പല വീഡിയോസും കണ്ടു പേപ്പർ ടഫാണെന്നും കട്ട് ഓഫ് 100-105 റേഞ്ചിലേക്ക് മാറുമെന്നും. വി ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഡാറ്റ വെച്ചിട്ട് ബിലീവ് ചെയ്യുന്നത് ജനറൽ JRF കട്ട് ഓഫ് റേഞ്ച് 115 മുതൽ 120 വരെ ആയിരിക്കും എന്നാണ്. ഇത്രയും പറയുമ്പോഴും നിങ്ങൾ കോഷ്യസ് ആയിട്ട് തന്നെ ഈ ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഡിസംബർ സൈക്കിളിലായിരുന്നു അന്ന് 118 കട്ട് ഓഫ് വന്നിരുന്നത്, ഇത് ജൂൺ സൈക്കിളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ മെന്റൽ സ്റ്റേറ്റിന് വ്യത്യാസമുണ്ട്. ഒരു കുട്ടി ജൂണിൽ MSc പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ജൂൺ ഡിസംബർ സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഡിസംബർ എഴുതുന്ന സമയത്താണ് ആ ഒരു പരീക്ഷ വരുന്നത്. എന്നാൽ ഡിസംബർ അറ്റംപ്റ്റ് ഓൾറെഡി കഴിഞ്ഞു. അതിനുശേഷം ഡിസംബർ അറ്റംപ്റ്റ് നന്നായി ചെയ്യാൻ പറ്റാത്തത് കാരണം പല കുട്ടികളും പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്ത് മറ്റു പല ചാനൽസിലേക്ക് പോയിട്ടുണ്ടാവും. ഇത്തവണ എക്സാമിനേഷൻ ജൂലൈയിലായത് കാരണം ഇതിനോടകം ചിലപ്പോൾ MScക്കോ BEdനോ അല്ലെങ്കിൽ BEdനോ മറ്റെന്തെങ്കിലും ചാനൽസിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള മറ്റു കുട്ടികളുണ്ടാവും. സോ ഡിസംബറിന് ശേഷം പ്രിപ്പറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ടാവും. എന്നാൽ അതേപോലെ തന്നെ ഡിസംബറിന് ശേഷം എന്തായാലും ഞാനിത് നേടിയെടുത്തേ മതിയാകൂ എന്ന ആവേശത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. സോ ആ റേഷ്യോ ശരിക്കും നമുക്ക് ആർക്കും അറിയില്ല, അൺനോൺ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് ഹയർ റേഞ്ചിലേക്ക് പോകും. എന്നാൽ ഡിസംബർ സൈക്കിൾ വളരെ മോശമായി അറ്റൻഡ് ചെയ്തത് കാരണം ഇനി എന്തായാലും ഞാൻ അതിലേക്ക് ഇല്ല എന്ന് കരുതി പ്രിപ്പറേഷൻ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളവരാണ് കൂടുതലെങ്കിൽ ഈ കട്ട് ഓഫ് മേ ബി മറ്റൊരു സെക്ഷനിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ JRFന്റെ സീരീസിന് എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണെങ്കിൽ അതനുസരിച്ചും കട്ട് ഓഫിന് മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. സോ ഞാനീ പറഞ്ഞ സംഗതികളെല്ലാം ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള ഇയറിലെ പോലെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത കട്ട് ഓഫ് റേഞ്ചിലായിരിക്കാം ആക്ച്വൽ കട്ട് ഓഫ് വരാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ വേരിയബിൾസിന് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്നൊരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഉണ്ടാവാനായിട്ട് പോകുന്നത്. അല്ലാത്ത പക്ഷം ഇതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ്. ഓക്കെ. ആൻഡ് ഇനി മറ്റ് കുട്ടികൾ എല്ലാവരോടും പറയാനായിട്ടുള്ളത്, ഇത് എക്സാമിനേഷൻ കഴിഞ്ഞു, ഇനി നിങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സൈക്കിൾ ഓഫ് എക്സാമിനേഷൻ ആണ് വരാൻ പോകുന്നത്. ഡിസംബറിൽ TAFR ഉണ്ട്, നെറ്റ് ഉണ്ട്, ഫെബ്രുവരി ഗേറ്റ് ഉണ്ട്, മാർച്ചിൽ ബാർക്ക് ഉണ്ട്. ഇനി കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ, നെറ്റ് ക്വാളിഫൈ ആയിട്ടുള്ളവർക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ വിളിക്കാനുള്ള ഒരു ഹൈ ചാൻസ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ കേരള PSC സയന്റിഫിക് ഓഫീസർ എക്സാമിനേഷൻ സെപ്റ്റംബറോട് കൂടി നമ്മൾ NTPC എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മച്ച് മോർ ഇനി വഴിയെ മറ്റ് എക്സാമിനേഷൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു മിനിമം 7 എക്സാമുകൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ സൈക്കിളാണ് വരാനായിട്ട് പോകുന്നത്. സോ ആ ഗോൾഡൻ സൈക്കിളിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ട് ബെൻസിലിലെ ഓൺലൈനും ഓഫ്ലൈൻ ബാച്ചുകൾ ഓൾറെഡി ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ഓൺലൈൻ ബാച്ച് വൈകാതെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലൂടെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ കരസ്ഥമായിക്കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിച്ച് മുന്നേറാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ IT മദ്രാസ് ഗ്രാജുവേറ്റ്സ് ആണ് ബെൻസിലിലെ മോസ്റ്റ് ഓഫ് ദ ഫാക്കൽറ്റീസ് വരുന്നത്. എല്ലാവരും JRFന് സിംഗിൾ ഓർ ഡബിൾ ഡിജിറ്റ് റാങ്ക് ഉള്ളവരാണ്. ഈ പറയുന്ന ഏതൊക്കെ എക്സാമിനേഷൻസിനാണോ ട്രെയിനിങ് കൊടുക്കുന്നത് അതിനെല്ലാത്തിനും ഏറ്റവും മികച്ച റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ എക്സാമിനേഷൻസിൽ ഏറ്റവും മികച്ച റാങ്കുകൾ നേടുകയും ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് ആണ് ബെൻസിലിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്ത് നൽകുന്നത്. സോ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ക്വാളിറ്റി കാരണം ഉണ്ടാകുന്ന റിസൾട്ട്സുമാണ് റീസെന്റ് ഇയേഴ്സിലെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ തിളക്കമാകുന്ന വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ബെൻസിലേക്ക് നിങ്ങൾക്ക് വൈകാതെ അഡ്മിഷൻ കരസ്ഥമായിക്കൊണ്ട് ഇനി അടുത്ത വരുന്ന സൈക്കിൾ എക്സാമിനേഷൻസിൽ ബെസ്റ്റ് റിസൾട്ട്സ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. സോ ടിൽ ദെൻ ലേൺ വെൽ. താങ്ക് യു.